ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് അടിപൊളിയായിട്ടുള്ള നല്ലൊരു പലഹാരമാണ് കേട്ടോ. ഇതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് പൊടിച്ച ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത്. കൂടെ തന്നെ 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനിതാ നമ്മുടെ ശർക്കരയൊക്കെ നല്ലപോലെ ഒന്ന് അരിഞ്ഞു വരട്ടെ. ഇത് കല്ലും മണ്ണൊന്നും ഇല്ലാത്ത ശർക്കരയാണ് കേട്ടോ. അതുകൊണ്ട് ഞാനിത് അരിച്ചിട്ടെടുക്കണില്ല. നിങ്ങളെടുക്കുന്ന ശർക്കരയിൽ കല്ലും മണ്ണുമൊക്കെ ഉള്ളതാണെങ്കിൽ അതൊന്ന് അരിച്ചിട്ടെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. നമ്മുടെ ഈ ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് 2 നുള്ളുപ്പും 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കാവേ. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 കപ്പ് അരിപ്പൊടിയും 1/4 കപ്പ് റവയുമാണ് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഈ സമയം ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് മറന്നു പോവല്ലേ. നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ ചൂട് പോകാനായിട്ട് 5 മിനിറ്റ് നേരം ഇതിവിടെ ഒന്ന് മാറ്റി വയ്ക്കാം. ഈ സമയം നമുക്ക് ഇതിലേക്കുള്ള ഒരു കുഞ്ഞ് മിക്സ് കൂടെ തയ്യാറാക്കാനായിട്ട് ഒരു പാനിലേക്ക് 2 വലിയ സ്പൂൺ നെയ്യാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കണേ. ഇനിതാ നമ്മുടെ നെയ്യൊക്കെ നല്ലപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1/4 കപ്പ് തേങ്ങാക്കൊത്താണ് കേട്ടോ. തേങ്ങാക്കൊത്തൊക്കെ നല്ല ഇഷ്ടമാണെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് ചേർത്തോളൂ. ഇനിതാ നമ്മുടെ തേങ്ങാക്കൊത്തിൻ്റെ ഷെയ്ഡൊക്കെ ഇതാ കണ്ടോ, ഇതുപോലെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്ത എള്ളും കിസ്മിസും കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള ഈന്തപ്പഴമാണ് കേട്ടോ ഇട്ട് കൊടുക്കണത്. ഇതുമാത്രമല്ല കേട്ടോ, നമുക്കിതിലേക്ക് ഇഷ്ടമുള്ള നട്ട്സോ ഡ്രൈ ഫ്രൂട്ട്സോ ഒക്കെ ചേർത്ത് കൊടുക്കാവേ. അതുപോലെ ഈ ഒരളവിൽ തന്നെ ചേർക്കണമെന്നും നിർബന്ധമൊന്നുമില്ല. ഇതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് എത്ര വേണേലും ചേർക്കാവേ. ഇനി ഇതെല്ലാം കൂടെ 1 മിനിറ്റ് നേരം കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ നേരത്തെ ചൂട് പോകാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ അരിപ്പൊടിയുടെയും റവയുടെയും ആ ഒരു മിക്സില്ലേ, ഇതിലേക്ക് നമ്മൾ ഈ വറുത്തെടുത്തതും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പാച്ചില വെച്ചിട്ടോ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഷേപ്പാക്കി എടുക്കാനായിട്ട് നമ്മുടെയൊക്കെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ മൂടി എടുത്താൽ മതി കേട്ടോ. ഞാൻ എന്താ കണ്ടോ, ഇതുപോലത്തെ ഒരു മൂടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ മാവ് ഇതിലേക്കൊന്ന് നിറച്ചു കൊടുത്ത ശേഷം ജസ്റ്റ് ഇതുപോലെ ഒന്ന് കമിഴ്ത്തി കൊടുത്താൽ മതിയേ. പെട്ടെന്ന് തന്നെ ഇത് വിട്ടുപോരും. നമ്മളിത് വേവിച്ചിട്ട് എടുക്കുന്നത് ഇഡ്ഡലി തട്ടിൽ വെച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഷേപ്പാക്കണത് ഓരോന്നായിട്ട് ഇഡ്ഡലി തട്ടിലേക്ക് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം. ഇനി ബാക്കിയുള്ളതും ഇതിൻ്റെ മുകളിലായിട്ട് തന്നെയാണ് കേട്ടോ വെച്ച് കൊടുക്കണേ. നമുക്കിത് ലെയറായിട്ട് കിട്ടാനായിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത്. ഇനിതാ നമ്മുടെ ഈ ഒരു പലഹാരം തയ്യാറായി വരണ സമയത്ത് നല്ലൊരു ഫ്ലേവർ കൂടെ കിട്ടാനായിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യ് ഇതുപോലെ ഒന്ന് തൂത്ത് കൊടുക്കാവേ. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് ഇഡ്ഡലി പാത്രത്തിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത ശേഷം നമ്മുടെ ഇഡ്ഡലി തട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ്. അപ്പോഴേക്കും തന്നെ നമുക്കിത് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഈ ഒരു പാകമായ മതിയെ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ചൂടൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ഫോർക്കോ സ്പൂണോ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ ഇത് വിട്ടുപോരും. ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു പലഹാരം. നമ്മളിതിലേക്ക് തേങ്ങാക്കൊത്തൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഇത് കഴിക്കണ സമയത്ത് ചെറുതായിട്ടൊന്ന് കടിക്കാനായിട്ട് കിട്ടുവേ. അപ്പോൾ നല്ല രസമല്ലേ. ഇതുപോലെ ലെയറായിട്ട് തന്നെയാണ് കേട്ടോ കിട്ടുക. ഇത് കഴിക്കാനായിട്ടും ഒരു പ്രത്യേക രുചിയാണ്. ഇതുവരെ ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയാനും മറക്കല്ലേ. താങ്ക്